ഈ കാണുന്നത് ഞങ്ങൾ ഈ അടുത്ത് എത്തിഹാദിൽ ട്രാവൽ ചെയ്തപ്പം കിട്ടിയ ഫുഡാണ്. അപ്പം ബ്ലൂ കളറിൽ ആരോ കൊടുത്തേക്കുന്നുണ്ടോ, ആ തോരനാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം കഴിച്ചുകൊണ്ടപ്പോൾ എൻ്റെ ഇൻഗ്രീഡിയൻസ് എനിക്ക് മനസ്സിലായി. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പടവലങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കൂടെ ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ച് പാനിലേക്ക് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടിച്ചു. പിന്നെ ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഒരു സവോളയും പിന്നെ പച്ചമുളകുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് വഴണ്ട് വരുന്ന സമയം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ പടവലങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും ക്യാരറ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ തട്ടിക്കൂട്ടി ഒന്ന് അമക്കി വെച്ചാൽ മതി. അപ്പോൾ ഈ വെജിറ്റബിൾസിലുള്ള വെള്ളം വെച്ച് തന്നെ ഇതങ്ങ് കുക്കായിക്കോളും. പിന്നെ ഇതിന് കൂടെ ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പാണ്. അപ്പോൾ ശകലം ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം ഒട്ടും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതങ്ങ് വെന്ത് അളിഞ്ഞു പോകും. അങ്ങനെ അളിയാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ തട്ടിക്കൂട്ടി അമക്കി വെച്ചിട്ട് ലിഡിട്ടങ്ങ് വെച്ചാൽ മതി. അങ്ങനെ പച്ചക്കറി വെന്ത് വരുന്ന സമയം നമുക്കിതിന് വേണ്ടുന്ന അരപ്പുണ്ടാക്കാം. അരപ്പിനാകപ്പെടെ 2 സാധനങ്ങളെ ആവശ്യമുള്ളൂ. ഒരു അരമുറി തേങ്ങയും വേണം, 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും വേണം. ഇത് രണ്ടും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കുക. ഒത്തിരി അരയ്ക്കേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്തെടുക്കുക. ഇടയ്ക്ക് നമുക്ക് അടപ്പൊക്കെ ഒന്ന് പൊക്കി നോക്കി വേണമെങ്കിൽ 1-2 പ്രാവശ്യം ഇളക്കിയൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഈ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയുടെ പൊടിയാണ് കേട്ടോ. ഇവിടെ കറിവേപ്പിലയ്ക്ക് നല്ല വിലയല്ലേ. അപ്പം നാട്ടിൽ നിന്ന് ഞാൻ പോകുന്നപ്പം കറിവേപ്പില ഇങ്ങനെ ഉണക്കി കൊണ്ടുവന്നു. ഇവിടത്തേക്ക് പച്ച കറിവേപ്പില കൊണ്ടുവരാനും പറ്റുകയില്ല. അപ്പം ഇത് നല്ലതാണ് കേട്ടോ. ഇനി ആരെങ്കിലും ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും തന്നെ പെട്ടെന്ന് തന്നെ കേട്ടോ ഇത് വെന്ത് കിട്ടും. ഏകദേശം ഒന്ന് വേവലായി കഴിയുമ്പോൾ നമുക്കിനി ഈ തേങ്ങ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഉപ്പും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പും കൂടെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ഇളക്കി കൂട്ടി ഒരു ലെസ് ദാൻ 2 മിനിറ്റ്സ് നമുക്കിനി ഒന്ന് ഫ്ലെയിമിൽ നിർത്തുക ചെറുതീയിൽ. അത് കഴിഞ്ഞ് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. ഈ തേങ്ങ ഇട്ട് ഞാൻ സാധാരണ ഒത്തിരി അങ്ങ് വേവിക്കുകയില്ല. കാരണം ഈ തേങ്ങയിലെ എണ്ണയും കൂടെ ഒരുപാടങ്ങ് ഇറങ്ങും, ആ തേങ്ങയുടെ രുചി കുറയും. അപ്പം അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പടവലങ്ങ ക്യാരറ്റ് തോരൻ റെഡിയായിട്ടുണ്ട്. അപ്പം ഇത്തിഹാദിൽ നമ്മൾ കഴിച്ചതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ കേട്ടോ. അതൊക്കെ കുറച്ച് ദിവസം ഉണ്ടാക്കി വെച്ച് റീഹീറ്റ് ചെയ്തെടുക്കുന്ന സാധനങ്ങളല്ലേ. സോ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വാല്യുബിൾ സജഷൻസ് ആൻഡ് കോമൻറ്റ്സ് എഴുതുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഡു സബ്സ്ക്രൈബ്. ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഷെയർ ചെയ്യുക. ബൈ.